Hi, dear students. Today we are starting the second chapter Adaptation in Plants. Okay, first chapter നമ്മൾ complete ആയി first chapter എല്ലാവരും പഠിച്ചിട്ടുണ്ടല്ലോ. Okay, so today we are starting second chapter. So, in this chapter name Adaptation in Plants, what do you mean by adaptation? ഈ adaptation എന്ന് പറയുന്നത് എന്താ നിങ്ങൾക്കറിയോ? Yes, we all know that some plants are live on land and some plants are live in water. റൈറ്റ്, ചില പ്ലാന്റ്സ് എന്താണ് ലാൻഡിലാണ് അല്ലേ, ചില പ്ലാന്റ്സ് വാട്ടറിലാണ്. അപ്പം ഈ വാട്ടറിൽ ലീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്ലാന്റ്സിന് ചില ചേഞ്ചസ് വരുന്നതാണല്ലോ അല്ലേ. സോ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ മലയാളത്തിൽ പറഞ്ഞാൽ പൊരുത്തപ്പെടൽ. ഓക്കെ, അതുമായിട്ട് പൊരുത്തപ്പെട്ടിട്ട് വാട്ടറിൽ ജീവിക്കുക. ഓക്കെ, അപ്പോൾ അതിൽ ചില ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ, അതിനാണ് നമ്മൾ അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, so plants and animals living in a particular place survive by adapting themselves to the natural condition of that place. Okay, ഒരു പെർട്ടിക്കുലർ പ്ലേസിൽ ലീവ് ചെയ്യുന്ന പ്ലാന്റ്സ് ഓർ ആനിമൽസ് അവിടെയുള്ള നാച്ചുറൽ കണ്ടീഷനുമായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. ഫോർ എക്സാമ്പിൾ പ്ലാന്റ്സ് സച്ച് as cacti grow in desert. ഓക്കെ, ഡെസേർട്ടിൽ വളരുന്ന ഒരു മുള്ള് സ്പൈൻസ് ഉള്ള ഒരു പ്ലാന്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. എസ് മിസ് പിക്ചർ കാണിച്ചു തരാം. അപ്പോൾ ആ പ്ലാന്റ്സ് ഒക്കെ എങ്ങനെയാണ്, അത് ആ ഒരു ഡെസേർട്ട് കണ്ടീഷനായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. ആൻഡ് അനദർ വൺ ദി പ്ലാന്റ്സ് സച്ച് as വാട്ടർ ലില്ലീസ് ഗ്രോൺ ഇൻ വാട്ടർ. ഓക്കെ, അപ്പോൾ ചിലത് വാട്ടറിൽ ഗ്രോ ചെയ്യുന്നു, ചിലത് ഡെസേർട്ടിൽ, ചിലത് വേറെ ഏരിയാസിലല്ലേ. അപ്പോൾ അത് ആ ഒരു കണ്ടീഷനായിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും ജീവിക്കുന്നത്. സോ ലെറ്റ് us understand how plants that grow in different places adapt to their surrounding. അവരെങ്ങനെയാണ് അവർ സറൗണ്ടിങ് ആയിട്ട് അഡാപ്റ്റ് ചെയ്തുകൊണ്ട് ജീവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Do you know about habitat? What is habitat? Yes, the habitat means the natural home or surroundings in which plant lives and grows is called its habitat. Okay, ഒരു പ്ലാന്റ് ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗ്രോ ചെയ്യുന്ന അതിൻ്റെ നാച്ചുറൽ ഹോം ഓർ സറൗണ്ടിങ്സിനാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലതിൻ്റെ ഹാബിറ്റാറ്റ് എവിടെ ആയിരിക്കും? യെസ്, വാട്ടറിലായിരിക്കും. ചിലതിൻ്റെ ഹാബിറ്റാറ്റ് ലാൻഡിലായിരിക്കും. ഓക്കെ, അതെവിടെയാണോ ലീവ് ചെയ്യുന്ന ആ ഒരു സറൗണ്ടിങ്സിനാണ് നമ്മൾ ഹാബിറ്റാറ്റ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഹാബിറ്റാറ്റ് എന്താന്ന്. ഓക്കെ, ഓൺ ദി ബേസ് ഓഫ് ഹാബിറ്റാറ്റ് ദി പ്ലാന്റ്സ് ക്യാൻ ക്ലാസിഫൈ ഇൻ ടു 2 types: terrestrial plants and aquatic plants. Okay, terrestrial plants means the plants that grow on land. ലാൻഡിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെയാണ് നമ്മൾ ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് അക്വാട്ടിക് പ്ലാന്റ്സ്? ദി പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ കോൾഡ് അക്വാട്ടിക് പ്ലാന്റ്സ്. ഓക്കെ, അപ്പം ഹാബിറ്റാറ്റിൻ്റെ ബേസിൽ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ടെറസ്ട്രിയൽ പ്ലാന്റ്സ് ആണ്, ഒന്ന് അക്വാട്ടിക് പ്ലാന്റ്സ് ആണ്. ടെറസ്ട്രിയൽ പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഓൺ ലാൻഡ്. അക്വാട്ടിക് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ. ഓക്കെ, സോ ലെറ്റ് us ഡിസ്കസ് അബൌട്ട് ടെറസ്ട്രിയൽ പ്ലാന്റ്സ്. നമുക്ക് ഫസ്റ്റ് ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യാം, അതായത് ലാൻഡിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സിനെ. അപ്പം ലാൻഡിൽ തന്നെ പല ടൈപ്സ് ഏരിയാസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രീതിയിൽ നമ്മൾ വീണ്ടും ടെറസ്ട്രിയൽ പ്ലാന്റ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ലൈക്ക് പ്ലാന്റ്സ് ഇൻ പ്ലെയിൻസ്, ചിലത് എന്താണ് പ്ലെയിൻ ലാൻഡിലായിരിക്കും, ചിലത് ഡെസേർട്ട് ഏരിയാസിലായിരിക്കും, ചിലതിൽ മൗണ്ടെയ്ൻസിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പല രീതിയിൽ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്ലാന്റ്സ് ഇൻ പ്ലെയിൻസ്. ഓക്കെ, പ്ലെയിൻസിൽ ഉള്ള പ്ലാന്റ്സിനെ. അപ്പോൾ പ്ലെയിൻസ് ആർ ഫ്ലാറ്റ്
ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡ്. ഓക്കെ, ഫ്ലാറ്റ് ആയിട്ടുള്ള ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണ് പ്ലാന്റ്സ് ഇൻ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഈ പ്ലെയിൻസിൽ സം ഏരിയാസിൽ എന്തായിരിക്കും, വെരി ഹോട്ട് വെതർ ആയിരിക്കും. വെരി ഹോട്ട് കണ്ടീഷൻ ആയിരിക്കും സം ഏരിയാസ് ഓഫ് പ്ലെയിൻസിൽ. ഓക്കെ, ഒരു ഇയർ മൊത്തം അവിടെ ഹോട്ടായിരിക്കും. സോ മോസ്റ്റ് പ്ലാന്റ്സ് ഇൻ ദിസ് ഏരിയാസ്, അപ്പോൾ ഇങ്ങനെ ഹോട്ട് വെതറുള്ള ഏരിയാസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിങ് ഓട്ടം സീസൺ. ഓക്കെ, ഓട്ടം സീസണിൽ അതെന്ത് ചെയ്യും, അവരുടെ ഇലകളൊക്കെ ഷെഡ് ഡൗൺ ചെയ്യും. ഓക്കെ, മോസ്റ്റ് പ്ലാന്റ്സ് ഇൻ ദിസ് ഏരിയാസ് ഷെഡ് ദെയർ ലീവ്സ് ഡ്യൂറിങ് ഓട്ടം സീസൺ. ദിസ് പ്ലാന്റ്സ് ആർ കോൾഡ് ഡെസിഡിയസ് പ്ലാന്റ്സ്. അപ്പം അതിനാണ് നമ്മൾ ഡെസിഡിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരിക്കും ഇങ്ങനെ ലീവ്സ് ഷെഡ് ഡൗൺ ചെയ്യുന്ന പ്ലാന്റ്സ് ഏതൊക്കെയാണ് ഓട്ടം സീസണിൽ? യെസ്, നീം, പീപ്പാൽ ആൻഡ് മാംഗോ ആർ ഡെസിഡിയസ് പ്ലാന്റ്സ്. അപ്പോൾ അതൊക്കെ എന്താണ്, ഡെസിഡിയസ് പ്ലാന്റ്സിന് എക്സാമ്പിൾസ് ആണ്. പിന്നെ സം ഏരിയാസ് ഓഫ് പ്ലെയിൻസ് റിസീവ് ഹെവി റെയിൻ. നേരത്തെ നമ്മൾ പറഞ്ഞു ഹോട്ട് വെതറുള്ള കണ്ടീഷനിലുള്ള, പക്ഷെ ചില പ്ലെയിൻ ഏരിയാസിൽ എന്താണ്, ത്രൂ ഔട്ട് ഇയറിൽ ഹെവി റെയിൻഫോൾ ആയിരിക്കും, നല്ല റെയിൻഫോൾ ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള ഏരിയാസിലുള്ള പ്ലാന്റ്സ് റിമെയിൻ ഗ്രീൻ ത്രൂ ഔട്ട് ദി ഇയർ. അവർക്ക് ആ ഒരു ഇയർ മൊത്തമായിട്ട് റെയിൻഫോൾ കിട്ടുന്നുണ്ട്. സോ അവരെന്താണ്, ആ ഒരു ഇയർ മൊത്തം അവർ ഗ്രീൻ ആയിട്ട് തന്നെ നിൽക്കും. അവരുടെ ലീവ്സ് എന്താ, ഷെഡ് ഡൗൺ ചെയ്യുന്നില്ല. ഓക്കെ, സോ ദിസ് പ്ലാന്റ്സ് ആർ കോൾഡ് എവർഗ്രീൻ പ്ലാന്റ്സ്. ഇതാണ് എവർഗ്രീൻ പ്ലാന്റ്സ്. ട്രീസ് സച്ച് ആസ് കോക്കനട്ട് ആൻഡ് റബ്ബർ ആർ എവർഗ്രീൻ പ്ലാന്റ്സ്. കോക്കനറ്റും റബ്ബർ ഒക്കെ നമുക്കറിയാം അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, എവർഗ്രീൻ പ്ലാന്റ്സ് ആണ്. അവരുടെ ലീവ്സ് ഷെഡ് ഡൗൺ ചെയ്യുന്നില്ല ഓട്ടം സീസണിൽ. അപ്പോൾ നമ്മൾ പ്ലാന്റ്സ് ഇൻ പ്ലെയിൻസ് പറഞ്ഞു, ഒരു ഫ്ലാറ്റ് ഓർ ലാർജ് ഏരിയാസ് ഓഫ് ലാൻഡിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണത്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. ഹോട്ട് വെതർ കണ്ടീഷനിലും ഉണ്ടാവും, ചിലത് ഹെവി റെയിൻഫോൾ കിട്ടുന്ന ഇതുണ്ടാവും. ഹോട്ട് വെതർ ഉള്ള കണ്ടീഷനിലുള്ള പ്ലാന്റ്സ് ഓട്ടം സീസണിൽ ലീവ്സ് ഷെഡ് ഡൗൺ ചെയ്യും. അതിന് നമ്മൾ ഡെസിഡിയസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നീം, പീപ്പാൽ ആൻഡ് മാംഗോ ട്രീസ്. പിന്നെ ഹെവി റെയിൻഫോൾ റിസീവ് ചെയ്യുന്ന പ്ലെയിൻസിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് എന്താണ്, എവർ ഗ്രീൻ ആയിരിക്കും. ത്രൂ ഔട്ട് ഇയറിൽ അവർ ഗ്രീൻ കളറിൽ തന്നെ, അതായത് അവർ ലീവ്സ് ഷെഡ് ഡൗൺ ചെയ്യുന്നില്ല ഒരു സീസണിൽ. അതിന് നമ്മൾ എവർഗ്രീൻ പ്ലാന്റ്സ് എന്ന് പറയും. ട്രീസ് സച്ച് ആസ് കോക്കനട്ട്, റബ്ബർ ആർ എക്സാമ്പിൾസ് ഫോർ എവർഗ്രീൻ പ്ലാന്റ്സ്. മിസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഗ്രൂപ്പിൽ ഇനി ഇട്ട് തരും ഇന്നത്തെ ക്ലാസ്സിൻ്റെ ബേസിൽ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ഫൈൻഡ് ചെയ്തിട്ട് നോട്ടിൽ എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ.